എല്ലാവർക്കും നമസ്കാരം. സത്യത്തിൽ എന്താണ് പറഞ്ഞു തുടങ്ങേണ്ടതെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നതുമല്ല, ഇത് വളരെ അപ്രതീക്ഷിതമായിട്ട് വന്നു ചേർന്നതാണ്. കാരണം മറിമായത്തിൻ്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് സലീം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തമാശകൾ പറയും. അപ്പോൾ എല്ലാവരും ആ തമാശകൾ കേട്ടിട്ട് കൂടെ വട്ടം കൂടിയിരുന്ന് ചിരിക്കും. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരുന്നത് അയാളുടെ കുറേ ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസുകളാണ്. അപ്പോൾ ആ എക്സ്പീരിയൻസുകൾ തന്നെയാണ് സത്യത്തിൽ സിനിമയായിട്ട് മാറുന്നത്. സലീം ഒരു പൊളിറ്റീഷ്യനാണ്. അയാൾ വാർഡ് മെമ്പറായിരുന്നു. അപ്പോൾ ഒരു പഞ്ചായത്തിനകത്ത് നടന്നിട്ടുള്ള കുറേ രസങ്ങൾ പല സമയത്തായിട്ട് പറഞ്ഞത് പിന്നീട് അപ്പോഴൊക്കെയോ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്ത് നമുക്ക് ഒരു സിനിമയ്ക്കുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്ത് അങ്ങനെ വെറുതെ മുന്നോട്ട് പോവുകയായിരുന്നു. അതിന് പ്രൊഡ്യൂസറില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഉണ്ണി സാറ് എങ്ങനെയോ എന്നെ വിളിക്കുന്നത്. എനിക്കറിയില്ല. അങ്ങനെ ഉണ്ണി സാറെ വിളിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു സംഗതി ആലോചിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ അടുത്ത് റെഡിയാ, ഈ മറ്റേ സ്ക്രിപ്റ്റും കാര്യങ്ങളും എല്ലാം റെഡിയാ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പറ്റാൻ സാറേ. അങ്ങനെ നേരിട്ട് പോയി കണ്ടു, സംസാരിച്ചു. പിന്നെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം നീങ്ങിപ്പോയി. പക്ഷെ അപ്പോഴും ഇത് ആരഭിനയിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. എന്തായാലും ഞാൻ കൊള്ളില്ല എന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. സലീമോ അത് തന്നെ പറഞ്ഞു. അപ്പോൾ നമുക്ക് സിനിമയിൽ കൊള്ളാവുന്ന ഏതെങ്കിലും ഒരാളെ ഇതിനു വേണ്ടിയിട്ട് കണ്ടെത്താം. അങ്ങനെ ഞങ്ങൾ അന്വേഷണം തുടങ്ങി. അന്വേഷണം എവിടെ എത്താതെ വന്ന് പിന്നെ 2 വർഷവും 3 വർഷവും 4 വർഷമൊക്കെ എടുക്കണം. എന്നാലാണ് ആർട്ടിസ്റ്റുകളുടെ ഡേറ്റിന് സാധ്യതയുള്ളൂ. നമുക്കാണെങ്കിൽ ഒരു നിശ്ചിത സമയമുണ്ട്. ആ സമയത്തിനകത്ത് ഇത് ചെയ്ത് തീർക്കുകയും വേണം. ആദ്യമേ പ്രൊഡ്യൂസർ പറഞ്ഞതാണ് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ അത് കേൾക്കാതെയാണ് ഞങ്ങൾ വീണ്ടും സിനിമയിലുള്ള ആരെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചത്. പക്ഷെ അവസാനം കറങ്ങി തിരിഞ്ഞ് ഇത് ഞങ്ങളിൽ തന്നെ വന്നു നിൽക്കുകയാണ്. അപ്പോൾ ചെറിയ ഉത്തരവാദിത്വമല്ല എന്ന് കൃത്യമായിട്ട് അറിയാം. മറിമായം അല്ല സിനിമ എന്നും നമുക്ക് അറിയാം. പക്ഷെ ഒരു 13-14 വർഷത്തോളമുള്ള ഒരു കാലയളവിൽ അഭിനയത്തിൻ്റെയും വിഷ്വൽ സാധ്യതയുടെയും ഒക്കെ ആലോചനകളും ഒക്കെ ഉരുക്കൂട്ടി വെച്ച കുറേ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഈ സിനിമയിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നാണ് ഞങ്ങൾ പരസ്പരം പറയാറ്. മാക്സിമം അതിനുവേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. ഒരു നല്ല സിനിമ തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന വേണം, അനുഗ്രഹം വേണം. ഒരിക്കലും ഞങ്ങൾ ഒരുപാട് ആളുകളെ വിളിച്ചിട്ടില്ല. ഞങ്ങളോട് ഇഷ്ടമുള്ള കുറച്ച് ആളുകളെ മാത്രമാണ് പോയി വിളിച്ചത്. അതിൽ മമ്മൂക്കാനെ വിളിച്ചു, സത്യസാറിനെ വിളിച്ചു, രാജു സാറിനെ വിളിച്ചു, ബാക്കി എല്ലാവരെയും വിളിച്ചു. ഇത് ആരെങ്കിലും ഒക്കെ വരുന്നതാണ് ഞങ്ങൾ സത്യത്തിൽ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. പക്ഷെ എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തി. ആ ഒരു സ്നേഹം കൃത്യമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ലാൽജു സാറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ലാൽജു സാർ പറഞ്ഞു ഞാൻ ഉണ്ടാവില്ല, ഞാൻ 15-ാം തീയതി ദുബായി പോകും എന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ മനസ്സ് പറഞ്ഞിരുന്നു ഉറപ്പായിട്ടും ഇവിടെ വേദിയിൽ എത്തിയിരിക്കും എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞായിരുന്നു. അപ്പൊ അത് കൃത്യമായിട്ട് അതുപോലെ തന്നെ നടന്നു. ഏതായാലും ആ പരിപാടി മുടങ്ങിപ്പോയി. ഓക്കെ. അപ്പോൾ എല്ലാവരോടും വലിയ നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. ഉറപ്പായിട്ടും ഈ സിനിമ നല്ല രീതിയിൽ സംഭവിക്കട്ടെ എന്ന് തന്നെ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.